ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവുള്ള ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു 2-3 കറിവേപ്പിലയും ഒരു 5-6 ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ചതച്ച് കൊണ്ടുവന്നത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഉപ്പും കൂടിയും ചേർത്തിട്ട്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ടൈറ്റും അതുപോലെ ഒരുപാട് ലൂസുമായിട്ട് കുഴക്കരുത്, കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മളിത് കുഴക്കുന്നത്. അപ്പോൾ കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഇനി ഇതാ ഒരു പാത്രത്തിൽ എണ്ണ തടിയതിന് ശേഷം നമുക്ക് കയ്യിലും കുറച്ചൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉരുട്ടിയെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ആവിക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ആവിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇത് 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വെന്തോ നോക്കണം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ തന്നെ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിതിലേക്ക് ഒരു മസാലയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 10 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചേർക്കാം. ഇനി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളിയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ചെറിയ ഒരു ടീസ്പൂണിൽ മുളക് പൊടി ചേർത്താലും മതി. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു ബോളുകൾ നമുക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ചേർക്കുന്നുണ്ട്. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-8 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇതിൽ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.